റിട്ടയർഡ് സൂപ്രണ്ട് ഓഫ് പോലീസ് രാമചന്ദ്രൻ നായർ പറയുന്ന ചില കാര്യങ്ങളാണ് ഏറെ ചർച്ച ചെയ്യേണ്ട വിഷയം. KSRTC ബസ് ഡ്രൈവറും തിരുവനന്തപുരത്തിൻ്റെ മാതാവായ മേയറമ്മയും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ചില വശങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. തിരുവനന്തപുരത്ത് മേയർ ആര്യയും അവരുടെ ഭർത്താവായ MLA യും കൂടി ഒരു KSRTC ബസ് തടഞ്ഞിട്ടുകൊണ്ട് കാട്ടിക്കുട്ടിയതിനെ വിമർശിക്കാനല്ല ഉദ്ദേശം, മറിച്ച് ഇന്ന് ഞാൻ ഉൾപ്പെട്ട മലയാളി സമൂഹത്തിന് വന്നു ചേർന്ന അപചയത്തിൻ്റെ നേർക്കാഴ്ചയിലേക്ക് ഒരു എത്തിനോട്ടമായി കണ്ടാൽ മതി. വെളുപ്പിന് 2 മണി മുതൽ രാത്രി 10 മണി വരെ വിശ്രമമില്ലാതെ KSRTC സൂപ്പർ ഫാസ്റ്റ് ഒരപകടവും വരുത്താതെ ഓടിച്ചുവെന്ന യദു എന്ന എംപാനൽഡായ ഒരു ചെറുപ്പക്കാരന് താൻ ചെയ്യാത്ത കുറ്റത്തിന് കേസിൽ പ്രതിയാകേണ്ടി വരികയും അയാൾക്ക് നേരിടേണ്ടി വന്ന അപമാനത്തിനും സാമ്പത്തിക നഷ്ടത്തിനും ഉത്തരവാദികളായ ആ ബസ്സിലെ എൻ്റെ പരിച്ഛേദം കൂടിയായ 15 യാത്രക്കാരുടെ മാനസികാവസ്ഥയാണ് പ്രതിപാദ്യം. കല്യാൺ സൽക്കാരം കഴിഞ്ഞ് മടങ്ങി വരും വഴി താൻ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്ന കാരണം പറഞ്ഞ് KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിനെ ഇടതുവശത്തുകൂടി മറികടന്ന് ബസ്സിൻ്റെ മുന്നിൽ കുറുകെയിട്ട് ബസ് തടയുന്നു. തുടർന്ന് മേയറും ഭർത്താവും ഇറങ്ങി ബസ് ഡ്രൈവറെ പുലഭ്യം പറയുന്നു. MLA ബസ്സിനുള്ളിൽ കയറി അതിലുണ്ടായിരുന്ന യാത്രക്കാരെ ഈ ബസ് ഇനി പോകില്ല എന്ന് ബലമായി പറഞ്ഞിറക്കി വിടുന്നു. തുടർന്ന് ഈ രംഗങ്ങൾ ഫോണിൽ പകർത്തുന്നത് കണ്ടിട്ട് MLA അയാളെ ഭീഷണിപ്പെടുത്തി അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നു. വാട്സപ്പിൽ കളിച്ചും തെറി പറഞ്ഞും അഭിരമിക്കാനും മാത്രം അറിയുന്ന എൻ്റെയും കൂടി ഭാഗമായ ആ 15 യാത്രക്കാരിൽ ഒരാൾ പോലും ഞാൻ ഇറങ്ങില്ല എന്നു പറയാനുള്ള തൻ്റെ ഇടമില്ലാതെ വെറും അടിമകളെപ്പോലെ ഇറങ്ങിപ്പോയി. ആ നടപടിയാണ് നമ്മൾ അപലപിക്കേണ്ടത് എന്ന് തോന്നുന്നു. കാരണം 20 മണിക്കൂർ വിശ്രമമില്ലാതെ ആ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർ ഇടയ്ക്ക് വച്ച് മദ്യപിക്കുകയോ മറ്റ് ലഹരി ഉപയോഗിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ യാത്രക്കാരിൽ ആരെങ്കിലും അയാളുടെ അപാകമമായും ഉദാസീനവുമായുള്ള ഡ്രൈവിങ്ങിനെ പറ്റി വീഡിയോ എടുത്ത സമൂഹ മാധ്യമങ്ങളിൽ ആ നിമിഷം പങ്കുവച്ച മേലധികാരികളെ അറിയിച്ച് നടപടിയെടുക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനൊരു പിശുക്കും അവർ കാണിക്കുകയുമില്ലായിരുന്നു. അത്രമാത്രം തൻ്റെ ജീവനെ ആ ചെറുപ്പക്കാരൻ്റെ കൈകളിൽ ഏൽപ്പിക്കാൻ ഒരു വൈമനസ്യവും അവർ ആരും കാണിച്ചതുമില്ല. എന്നിട്ടും ആ ഡ്രൈവറുടെ ഭാഗത്ത് ഒരു തെറ്റുമുണ്ടായില്ല എന്ന ഉത്തമ ബോധ്യമുണ്ടായിരുന്ന 15 യാത്രക്കാർ ഒരു MLA വന്ന് ഇറങ്ങിപ്പോകണമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഡ്രൈവറുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ എന്ന് തൻ്റെ ഇടത്തോടെ പ്രതികരിക്കുന്നതിന് പകരം ഒന്ന് ഞരങ്ങുക പോലും ചെയ്യാതെ തമ്പാനൂർ വരെ നടന്നോ വാഹനത്തിലോ പോകാൻ ഒരു പരിഭവവും കൂടാതെ തയ്യാറായ എൻ്റേതെന്ന പരിച്ഛേദമായ അവരെ ഗ്രസിച്ചിരിക്കുന്ന ഞാനായിട്ടെന്തിനാ പൊല്ലാപ്പിനൊക്കെ പോകണം എന്ന അടിമ മനോഭാവം ഒന്ന് മാത്രമാണ് സംഭവത്തിന് ഹേതുവായത് എന്നതല്ലേ സത്യം. ഒരു 20 വർഷം മുൻപ് ഇങ്ങനെ അല്ലായിരുന്നു മലയാളി എന്ന് തൻ്റെ ഇടത്തോടെ പറയാം. ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിൻ്റെ പ്ലേ സേഫ് എന്ന മനോഭാവമാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. നമ്മുടെ ധാർമ്മിക ബോധവും തീക്ഷ്ണതയും ഒക്കെ നശിച്ചതിൻ്റെ ഉദാഹരണമായ ആ യാത്രക്കാരുടെ ഇറങ്ങിപ്പോക്കിനെ കാണാൻ കഴിയും. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ ധാർമ്മിക അധപ്പതനം ഒന്നു മാത്രമാണ് ഇന്ന് രാഷ്ട്രീയക്കാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സാധാരണ ജനങ്ങളുടെ മേൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന അധീശത്വം എന്ന് പറയാതെ വയ്യ. മേയർ സ്ഥാന ലോകത്ത് വലിയ സംഭവമൊന്നുമല്ല. എന്നും നമ്മുടെ സിനിമാ നടൻ മധുവിൻ്റെ അച്ഛൻ പരമേശ്വരൻ നായർ അലങ്കരിച്ചിരുന്ന പദവിയാണ് താനും അനുഭവിക്കുന്നതെന്ന ബോധ്യം മേയർ ആര്യയ്ക്കും ഉണ്ടാകണം. തലസ്ഥാനത്തെ സർഗപ്രതിഭാധനന്മാരും സാംസ്കാരിക നായകർ എന്ന് അവകാശപ്പെടുന്നവരും ഒന്നും പ്രതികരിച്ചു കണ്ടില്ല. ഈ സംഭവം തമിഴ്നാട്ടിലോ മറ്റ് സംസ്ഥാനത്തോ ആയിരുന്നെങ്കിൽ നടക്കുമായിരുന്നു. ആത്മാഭിമാനം നഷ്ടപ്പെട്ട വെറും ഷണ്ണന്മാരായ ഒരു ജനതയുടെ പേരോ മലയാളി. ഈ സംഭവം നടന്ന സ്ഥലത്തിന് ഏറെ ദൂരെ അല്ലാതെയുള്ള ഗൃഹങ്ങളിൽ ആ സമയം സ്വസ്ഥമായി ഉറങ്ങിക്കിടക്കുകയായിരുന്ന DGP, അദ്ദേഹത്തെ ഭരിക്കുന്ന ക്രമസമാധാന ചുമതലയുള്ള ADGP, IG, സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവരോട് ഒന്നേ ചോദിക്കാനുള്ളൂ: നിങ്ങൾ ട്രെയിനിങ് കാലത്ത് മനഃപ്പാടമാക്കിയിരുന്ന ഭരണ നിർവഹണ ചുമതല മറന്നുപോയോ? ഇല്ലെങ്കിൽ KSRTC ഡ്രൈവർ യദുവിൻ്റെ മൊഴി രേഖപ്പെടുത്തി മേയർ, അവരുടെ ഭർത്താവായ MLA, അവർ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ കാർ ഡ്രൈവർ എന്നിവരുടെ പേരിൽ നിയമാനുസരണമുള്ള വകുപ്പുകൾ ചേർത്ത ടിയാന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം നേരിട്ടതിനും KSRTCക്കുണ്ടായ ധനനഷ്ടത്തിനും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം. ഇക്കഴിഞ്ഞ ദിവസം മലയാളി മെസ്സനും ഹെൽപ്പറുമായ ബംഗാളിക്കും കൂടി രൂപ 1200-ഉം 1100-ഉം ബംഗാളിക്കും കൂലി കൊടുത്ത എനിക്ക് ആ ചെറുപ്പക്കാരൻ ഡ്രൈവർ വെറും 700 രൂപയ്ക്കാണ് ഉറക്കമിളച്ച് ജോലി ചെയ്യുന്നതെന്ന് കേട്ടപ്പോൾ വല്ലാത്ത ദുഃഖം തോന്നി. എന്നാൽ അക്ഷാഭ്യനായി ആക്രോശിച്ചു കൊണ്ടുനിന്ന മേയറുടെ മുഖത്തു നോക്കി 30 ദിവസത്തെ ശമ്പളം തന്നിട്ട് മതി ഇതൊക്കെ എന്ന് പറയാൻ കാണിച്ച തൻ്റെ ഇടത്തിന് അഭിനന്ദനങ്ങൾ യദു എന്ന
എംപാനലിലെ KSC ഡ്രൈവർ നമ്മുടെ ബഡ്ഡിംഗ് തലമുറയ്ക്ക് പ്രചോദനമാകട്ടെ. ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ആ ബസ്സിലെ യാത്രക്കാർ അതിൽ ഒരാൾ പോലും പ്രതികരിച്ചില്ല എന്നുള്ളത് തന്നെയാണ് എല്ലായിടവും വിമർശനത്തിന് ഇടയാക്കുന്നത്.